നീണ്ട നിര അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഇതിനകം തന്നെ 5% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനൌദ്യോഗിക കണക്കനുസരിച്ച് ഔദ്യോഗിക കണക്ക് 4.38%. കേരളത്തിൽ ഈ 1 മണിക്കൂർ പോളിംഗ് 1 മണിക്കൂർ 7 മണിക്ക് ആരംഭിച്ചു. ഇപ്പോൾ സമയം 8:04 ആകുന്നു. 1 മണിക്കൂർ പിന്നിടുമ്പോൾ ഏതാണ്ട് 5% കാര്യങ്ങൾ അടുക്കുന്നു എന്നുള്ളതാണ് അനൌദ്യോഗികമായി ഉള്ള കണക്ക്. 4.38 ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മളെ അറിയിച്ചിട്ടുള്ള കണക്ക്. 4.38% കേരളത്തിലെ പോളിംഗ് ശതമാനം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. തീരദേശ മേഖലയിലടക്കം മലയോര മേഖലയിലൊക്കെ വലിയ തോതിലുള്ള പോളിംഗ് രേഖപ്പെടുത്തുന്നു. നമുക്ക് കൊച്ചിയിലേക്ക് ഒന്ന് പോകണം. കൊച്ചി നമുക്കറിയാം UDF അവരുടെ ഉറച്ച മണ്ഡലമായി കണക്കാക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കൊച്ചിയിൽ രാവിലെ മുതൽ തീരദേശ മേഖലയിലും മറ്റും വലിയ തോതിലുള്ള ജനങ്ങളുടെ വരവുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. കഴിഞ്ഞ തവണ കൊച്ചിയിൽ എറണാകുളത്ത് രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം 77.64. അതായത് സംസ്ഥാനത്ത് കാര്യമായി പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു മണ്ഡലമായിരുന്നു എറണാകുളം. 13,24,000 വോട്ടർമാർ അവിടെ ഇന്ന് ബൂത്തുകളിലേക്ക് എത്തുകയാണ്. UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മണ്ഡലം കൂടിയാണ്. നവമി ദിനേശ് ഉണ്ട്. നവമി, എന്താണ് എറണാകുളത്തെ സാഹചര്യം? മറ്റ് മിക്ക മണ്ഡലങ്ങളിലും രാവിലെ മുതൽ തന്നെ വലിയ പോളിംഗ് രേഖപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ട്. സമാനമായി തന്നെ വോട്ടർമാർ പോളിംഗിനോട് കൂടുതൽ ആഭിമുഖ്യം കാട്ടുന്നുണ്ടോ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ആരോപണ പ്രത്യാരോപണം, അഴിമതി ആരോപണം, ഇതിനൊക്കെ അവസാനം വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾക്കൊക്കെ അവസാനം കുറിച്ചുകൊണ്ട് ഇന്ന് ജനം വിധി എഴുതുകയാണ്. രാവിലെ 7 മണിയോട് കൂടി തന്നെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലേക്ക് ജനം വോട്ടിടാനായി എത്തിക്കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് പരവൂർ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ 102ാമത്തെ പോളിംഗ് ബൂത്തിന് മുന്നിലാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും അടക്കം എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞു. നല്ല ചൂടാണ്. ഈ ചൂടൊക്കെ കൂടുന്നതിന് മുൻപ് രാവിലെ തന്നെ വോട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും സ്ത്രീകളൊക്കെ രാവിലെ വന്നത്. വീട്ടുജോലിയൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞ് വരാൻ നിന്നാൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് തന്നെ രാവിലെ വോട്ടിട്ട് പോവാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും പറവൂരിലുള്ള ഒട്ടുമിക്ക ബൂത്തുകളിലെ അവസ്ഥ ഇത് തന്നെയാണ്. എല്ലാവരും രാവിലെ തന്നെ എത്തി വോട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. എറണാകുളം മണ്ഡലം ഒരുപാട് സെലിബ്രിറ്റീസ് ഉള്ള പ്രതിപക്ഷ നേതാവ് അടക്കം ഉള്ള ഒരു മണ്ഡലമാണ്. രാവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിലെ 109ാം ബൂത്തിലാണ് വോട്ടിട്ടത്. കുടുംബത്തോടൊപ്പം ഭാര്യയ്ക്കും മകൾക്കും ഒപ്പമാണ് വന്ന് വോട്ടിട്ടത്. എന്തായാലും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയാണ് NDAക്ക് ബദലായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും തങ്ങളുടെ സമ്മതിദാവകാശം ശ്രദ്ധയോടുകൂടി തന്നെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് വോട്ട് ചെയ്തതിനു ശേഷം ബൂത്തിൽ നിന്ന് മടങ്ങിയത്. അതോടൊപ്പം എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ വെടിമറ KB LP സ്കൂളിലെ 105ാം നമ്പർ ബൂത്തിലാണ് വോട്ടിട്ടത്. മകൾക്കൊപ്പമാണ് വോട്ടിട്ടത്. മകളുടെ കന്നി വോട്ടാണ്. അപ്പോൾ മകളുടെ കന്നി വോട്ട് അമ്മയ്ക്ക് കിട്ടിയതിൽ വലിയ സന്തോഷം കൂടി ടീച്ചർ രേഖപ്പെടുത്തി. അതോടൊപ്പം എല്ലാ മക്കളുടെയും വോട്ട് തനിക്ക് തന്നെ ആയിരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി പങ്കുവെച്ചതിന് ശേഷമാണ് KJ ഷൈൻ ടീച്ചർ മറ്റ് ബൂത്തുകളിലേക്ക് എറണാകുളം മണ്ഡലത്തിലെ വിവരങ്ങൾ പങ്കുവെക്കുന്നത്.